പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ ചതിയുമായി ശ്യാം മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കള്ളത്താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അശ്വിനില്ലാത്ത സമയം നോക്കി ഫയലുകൾ കരസ്ഥമാക്കാം എന്ന് ഉറപ്പിച്ചാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ശ്യാമിനെ ഞെട്ടിച്ചുകൊണ്ട്. പക്ഷേ ശ്യാം ആകട്ടെ ചാവി വാങ്ങുകയും ഇത് അത്യാവശ്യമായി തൻ്റെ സുഹൃത്തിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുകയാണ്. തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ എപ്പോഴും ഇത് നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് വേണ്ടത്. അശ്വിൻ തിരികെ എത്തുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. ഇതേ തുടർന്നാണ് അശ്വിൻ്റെ റൂമിലേക്ക് മറ്റാരും അറിയാതെ ശ്യാം കയറുന്നതും ഫയലുകൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതും. ഇതിനിടയിൽ അവിടേക്ക് അപ്രതീക്ഷിതമായി അഞ്ജലി കയറി വരികയാണ്. ഇതോടെ താൻ പെട്ടുപോകുമോ എന്ന് ഭയപ്പെടുകയാണ് ശ്യാം. പക്ഷേ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ ഇതേ തുടർന്ന് ശ്യാം നടത്തുകയും അഞ്ജലിയോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ തൻ്റെ ഉദ്യമത്തിൽ ശ്യാം വിജയിക്കുകയാണ്. അശ്വിൻ അറിയാതെ ഒടുവിൽ ആ രേഖകളെല്ലാം കൈക്കലാക്കാൻ ശ്യാമിന് സാധിക്കുന്നു. ഇനി ആ രേഖകൾ തൻ്റെ പേരിലേക്ക് മാറ്റിയാൽ താൻ വീണ്ടും കോടീശ്വരനായി മാറും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.